നിർത്തിവെച്ച IPL സീസൺ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇന്നലെ ചേർന്ന BCCI IPL ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ നിന്നും IPLന്റെ റീസ്റ്റാർട്ട് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് എത്തിയിട്ടുള്ളത്. ഈ അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഈ സീസൺ IPL ഉപേക്ഷിക്കുമോ എന്നുള്ള സാഹചര്യത്തിൽ നിന്നും ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. IPL ഈ ആഴ്ച പുനരാരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ ഇന്നലെ BCCI യോഗത്തിന് ശേഷം മെയ് 16-ന് IPL മത്സരങ്ങൾ പുനരാരംഭിക്കും എന്നുള്ളൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചകഴിഞ്ഞ് വൈകിട്ടോടുകൂടി BCCIയുടെ ഇന്നലെ നടന്ന യോഗത്തിന്റെ ഔട്ട്കമും IPLന്റെ റീസ്കെഡ്യൂളും ഒഫീഷ്യലായി തന്നെ BCCI പ്രഖ്യാപിക്കും. അവസാനം നിർത്തിവെച്ച ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സ് മത്സരത്തോടു കൂടി തന്നെയായിരിക്കും മെയ് 16-ന് IPL പുനരാരംഭിക്കുക. 3 വേദികളിൽ മാത്രമായിട്ടായിരിക്കും ഇനിയുള്ള ബാക്കി മത്സരങ്ങൾ നടത്തുക. ചെന്നൈ, ബാംഗ്ലൂരു, ഹൈദരാബാദ് എന്നീ 3 വേദികളിൽ മാത്രമായിട്ടായിരിക്കും ബാക്കിയുള്ള IPL മത്സരങ്ങൾ നടത്തുക എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേപോലെ IPL ഫൈനലിന്റെ പുതിയ ഡേറ്റ് മെയ് 30 ആയിരിക്കുമെന്നുള്ള കൺഫർമേഷനും ഇപ്പോൾ BCCI നൽകിയിട്ടുണ്ട്. റീസ്കെഡ്യൂളിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇന്ന് വൈകിട്ടോടുകൂടി ഒഫീഷ്യലായി BCCI തന്നെ പ്രഖ്യാപിക്കും. അതേസമയം IPL പുനരാരംഭിക്കുമ്പോൾ പല പ്രമുഖ ടീമുകളും വിദേശ താരങ്ങളുടെ അൺഅവൈലബിലിറ്റി നിലവിലുണ്ട്. ചില താരങ്ങൾ ബാക്കിയുള്ള മത്സരങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. RCB, ഗുജറാത്ത് ടൈറ്റൻസ്, ഡൽഹി ക്യാപിറ്റൽസ് ടീമുകളെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ല ചില വാർത്തകൾ വന്നിരുന്നു. RCBയുടെ സൂപ്പർ ബൗളറായ ജോഷ് ഹേസൽവുഡിന് ബാക്കിയുള്ള മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. താരത്തിന് നേരത്തെ പരിക്കുണ്ടായിരുന്നു. എന്നാൽ IPL പുനരാരംഭിക്കുമ്പോൾ താരം ടീമിന് വേണ്ടി അൺഅവൈലബിൾ ആയിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ കാണുന്നത്. അതേപോലെ ഡൽഹി ക്യാപിറ്റൽസിന്റെ സൂപ്പർ ബൗളറായ മിച്ചൽ സ്റ്റാർക്ക് ടീമിന് വേണ്ടി വരും മത്സരങ്ങളിൽ കളിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. താരം തിരികെ നാട്ടിലെത്തിയ സാഹചര്യത്തിൽ ബാക്കിയുള്ള മത്സരങ്ങൾക്ക് അൺഅവൈലബിൾ ആയിരിക്കുമെന്ന് ടീമിനെ അറിയിച്ചതായാണ് ഇന്ന് ഇൻസൈഡ് സ്പോർട്സ് നൽകിയിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ സൂപ്പർ ബാറ്റ്സ്മാനായ ജോസ് ബട്ട്ലറും ബാക്കിയുള്ള മത്സരങ്ങൾക്ക് അൺഅവൈലബിൾ ആയിരിക്കുമെന്ന് ടീം മാനേജ്മെന്റിനെ അദ്ദേഹം അറിയിച്ചതായും റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. എന്തായാലും പല താരങ്ങളും സുരക്ഷ മുൻനിർത്തി ടൂർണമെന്റ് ഒഴിവാക്കുന്ന സംബന്ധിച്ച നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ടീം മാനേജ്മെന്റ് താരങ്ങളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എങ്കിലും ഇനി IPL പുനരാരംഭിക്കുമ്പോൾ വിദേശ താരങ്ങളുടെ അവൈലബിലിറ്റി തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യമായി മാറുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.